നമുക്ക് ഈ ആദ്യം എഴുതിയ മത്തായിയോ, ആദ്യം എഴുതിയ മർക്കോസോ, ആദ്യം എഴുതിയ ലൂക്കോസോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആദ്യം എഴുതിയ പൗലോസിന്റെ ലേഖനങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഈ പകർപ്പുകൾ, അല്ലെങ്കിൽ പകർപ്പിന്റെ പകർപ്പുകൾ. ഇതൊരു സീരിയസ് ക്വസ്റ്റ്യൻ അല്ലേ റേസ് ചെയ്യുന്നത്? കാരണം ഇപ്പൊ നമ്മളുടെ സ്കെയിലുകൾ, നമ്മൾ സ്കൂളിൽ യൂസ് ചെയ്യുന്ന സ്കെയിലുകൾ നോക്കുവാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഫ്രാൻസിലും എവിടെയല്ലേ അതിന്റെ ഒറിജിനൽ സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത്. അതെ, അതെ. ഇപ്പൊ എനിക്കൊരു സംശയം തോന്നുവാണ്, ഞാൻ മേടിച്ച ക്യാംലിന്റെ സ്കെയില് എനിക്കത് 1 സെന്റിമീറ്ററിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് പിടിച്ച് ഫ്രാൻസിൽ ചെന്നിട്ട് അതുമായിട്ട് ഒത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് ശരിയാണെന്ന് എനിക്ക് പറയാം. ഇപ്പം ഈ യഥാർത്ഥ പകർപ്പുകൾ കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നം നിൽക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പകർന്ന് എഴുതിയതിന്റെ പല വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കോഡെക്സോ അല്ലെങ്കിൽ കോഡെക്സിന് മുൻപുള്ള ഈ മാനുസ്ക്രിപ്റ്റ്സോ ആണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു മാറ്റവും ഇല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ നിലനിന്ന് തുടർന്ന് വരുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നതിനെ അവിടെ എന്താ പറയുന്നതിന് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ആ ഒരു കാര്യം.